ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഈ പൈനാപ്പിൾ കേക്ക്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഞാൻ ഈ കേക്ക് ഐസിങ് ചെയ്തുമ്പോൾ അതിന് മുകളിലായിട്ട് ചേർത്തിട്ടുള്ള പൈനാപ്പിൾ ക്രഷ് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. അതുണ്ടാക്കുന്ന വീഡിയോയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പൈനാപ്പിൾ ക്രഷൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ക്രഷ് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ 1.5 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കാം. അത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ 1.5 കപ്പ് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഈ പൈനാപ്പിൾ ഒന്ന് വേകാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ പൈനാപ്പിൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് എടുക്കും ഈ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. ഇനി ഇതൊന്ന് തണുത്ത ശേഷം മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ച ശേഷം ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കാം. നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ക്രീമി ആകുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാം. കേക്ക് ഉണ്ടാക്കുമ്പോൾ ആദ്യമായിട്ട് കേക്ക് ടിൻ റെഡിയാക്കി വയ്ക്കാം. ഓയിൽ പുരട്ടിയ ശേഷം ബട്ടർ പേപ്പർ പാത്രത്തിൻ്റെ റൗണ്ടിൽ കട്ട് ചെയ്ത് പാത്രത്തിനുള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും നമുക്ക് ആദ്യമായിട്ട് കേക്ക് ടിൻ റെഡിയാക്കി എടുക്കണം. ഇനി മറ്റൊരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1.25 കപ്പ് മൈദമാവ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ് ഇത്ര ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. ഒരു 3 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുക്കണം. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ സ്റ്റെപ്പ് ഒരിക്കലും ഒഴിവാക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെന്നെ എടുക്കണം. നന്നായിട്ടിപ്പോൾ ഞാൻ ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിലും പിന്നെ ഹൈ സ്പീഡിലോട്ട് ബീറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. പൊടിച്ച പഞ്ചസാരയാണ് 1 കപ്പ് എടുക്കേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ലൈറ്റ് കളറായിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. നല്ലപോലെ ക്രീമി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് പൈനാപ്പിൾ എസൻസ് ചേർക്കാം. ഞാൻ ഈ കേക്കിൽ വാനില എസൻസ് ചേർക്കുന്നില്ല, പൈനാപ്പിൾ എസൻസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർക്കാം. അതിൻ്റെ കൂടെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 1/2 മിനിറ്റ് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മാവിട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് ചേർക്കുമ്പോൾ കുറേശ്ശായിട്ട് 2-3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ മാവിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഞാൻ ഈ കേക്ക് ഓവനിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിലും കുക്കർ ആദ്യമേ തന്നെ ചൂടാക്കാനായിട്ട് വെക്കണം. കുക്കറിലാണെങ്കിലും ഈ കേക്ക് നന്നായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിലേക്ക് ഒരു 1/4 കപ്പ് പാല് കൂടി ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്യുമ്പോൾ ഓവറായിട്ട് ഇളക്കിയെടുക്കരുത്. മുട്ട വറച്ചതിൻ്റെ പതയൊന്നും വറ്റിപ്പോകാതെ നല്ല സോഫ്റ്റായിട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം.
ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. 180 ഡിഗ്രിയിൽ 45-50 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. ഇനി ഞാൻ മറ്റൊരു ബൗളിലേക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ കേക്ക് ഉണ്ടാക്കുമ്പോൾ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കേണ്ടത്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിൽ, അത് കഴിഞ്ഞിട്ട് സ്പീഡ് കൂട്ടി ഹൈ സ്പീഡിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ആ സമയത്ത് നമുക്ക് കേക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യമേ കേക്ക് മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അതിനുശേഷം ഇനി ഈ കേക്കിനെ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കേക്ക് 3ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബോർഡിലേക്ക് അല്പം വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. അതിലേക്ക് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് പുരട്ടാനുള്ള ഷുഗർ സിറപ്പാണിത്. ഷുഗർ സിറപ്പ് ഞാനൊരു കുപ്പിയിലെടുത്തിട്ട് അതിൻ്റെ അടപ്പിൽ ചെറിയ ഹോൾസ് ഇട്ടിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ 1.5 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് പഞ്ചസാര, അതാണ് കണക്ക്. അങ്ങനെ എടുത്ത് വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ട് അരിയിച്ചെടുക്കണം. നല്ലപോലെ തിളച്ച വെള്ളം മാത്രമേ എടുക്കാവൂ, അല്ലാതെ പച്ചവെള്ളത്തിലൊന്നും ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കരുത്. അങ്ങനെയാണെങ്കിൽ കേക്ക് പെട്ടെന്ന് കേടായിപ്പോകും. നന്നായിട്ട് നനച്ചു കൊടുക്കാം. അതിനുശേഷം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഐസിങ് ചെയ്തെടുക്കാം. അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ക്രഷ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ക്രഷ് ഇഷ്ടമില്ലെങ്കിൽ അത് വെച്ച് കൊടുക്കണം. ഇതുപോലെ വെക്കേണ്ട ആവശ്യമില്ല, വെറുതെ ക്രീം തേച്ച് എടുത്താലും മതി. അടുത്ത ലെയർ കേക്ക് വെച്ചിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് നനച്ചു കൊടുക്കാം. അതിനുശേഷം ക്രീം വെച്ച് മുകളിലായിട്ട് വീണ്ടും പൈനാപ്പിൾ ഫ്രഷ് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3ാമത്തെ ലെയർ കേക്ക് വെച്ചിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കാം. ഞാൻ 3ാമത്തെ ലെയർ വെച്ചത് ഏറ്റവും അടിയിലത്തെ കേക്കാണ് മുകളിലായിട്ട് വെച്ചത്. ഇത് നന്നായിട്ട് നനച്ചു കൊടുക്കാം. അതിന് മുകളിലായിട്ട് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. സൈഡിലൊക്കെ നല്ലപോലെ ക്രീം തേച്ച് കൊടുക്കണം, എന്നാലേ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ.
ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരുവിധം നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡിൽ ഞാൻ ഈ സ്ക്രാപ്പ് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇനി ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ ക്രീം വെച്ച് കൊടുക്കാം. അത് ഗ്രീൻ കളറിലുള്ള ക്രീമാണ് ആദ്യം വയ്ക്കുന്നത്. ഞാൻ ഡബിൾ കളറിലുള്ള ഡിസൈനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൈപ്പിംഗ് ബാഗിൽ ഒരു സൈഡിലായിട്ട് ഗ്രീൻ കളറിലുള്ള ക്രീം വെച്ച് കൊടുത്തു. മറ്റേ സൈഡിൽ യെല്ലോ കളറിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഡബിൾ കളറിലുള്ള പൂക്കളാണെങ്കിലും അതുപോലെ ഡിസൈൻ ആണെങ്കിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും. കേക്കിൻ്റെ താഴ്ഭാഗത്ത് ചെറിയ സിമ്പിളായിട്ടൊരു ഡിസൈനാണ് ഞാൻ ചെയ്യുന്നത്. മുകളിലും അതുപോലെ തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. മുകളിലായിട്ട് ഞാൻ പൈനാപ്പിൾ ക്രഷ് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ബാഗിൽ പൈനാപ്പിൾ ക്രഷ് ഒഴിച്ച ശേഷം സൈഡിലും ഒന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.